ലിയോ ഞാൻ കാണുന്നത് ഓഗസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് മാസമാണ്. എന്താച്ചാ ഈ മാസം നിങ്ങൾ എന്തോ ഒരു വലിയ തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്. ഈ തീരുമാനം എടുക്കണത് ഒരു ഈസി ഡിസിഷൻ ആയിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്താച്ചാ ഇതൊരു ഇമോഷണൽ സിറ്റുവേഷൻ ആയിരിക്കും. ഇത് എന്തോ നിങ്ങൾ കുറേ സമയമായിട്ട് ഈ സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ മാസം ഇപ്പോൾ അത് തടയാൻ പറ്റില്ല. അപ്പോൾ ഈ തീരുമാനം എന്തായിരിക്കും, ഇതെങ്ങനെയാണ് നിങ്ങളെ ഫ്യൂച്ചറിൽ ബാധിക്കുക, നമ്മൾക്ക് അത് നോക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എന്താ ഗൈഡൻസ് വരണേന്ന് അതും നമ്മൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് തുടങ്ങാം. എന്താ മെസ്സേജസ് വരണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, എന്താണ് നിങ്ങളുടെ ഓഗസ്റ്റ് മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. ഇത് ലിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല, ബാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷന് വേണ്ടിയിട്ട് ഒരു റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ ലിയോ, ഞാൻ കാണുന്നത് ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ എനർജിയിൽ ഞാനൊരു ഫാമിലി എനർജിയാണ് കാണുന്നത്. എബണ്ടൻസിൻ്റെ എനർജി കാണാണ്ട്, കുറേ ഒരു സ്റ്റേബിൾ എനർജി കാണാണ്ട്. അപ്പോൾ എന്താണ് ഈ എനർജി നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ക്ലാരിറ്റിയുടെ എനർജിയാണ്. ഒരു റിലേഷൻഷിപ്പ് എനർജി കാണാണ്ട്. അപ്പോൾ ഇതൊരു റൊമാൻറ്റിക് എനർജിയും കൂടിയുമാണ്. എന്തോ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ഒരു ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ടെമ്പററി ഇല്ല വെച്ചാൽ ഡേറ്റിംഗ് മാതിരി, ഫ്രണ്ട് മാതിരി ഒരു എനർജി ആയിരുന്നു വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടും. ഇതുവരെ ആ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ടായിട്ടുണ്ടാവും, പക്ഷേ ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ആ എനർജിയിൽ ഞാൻ ഓഗസ്റ്റിൽ ആ എനർജി ക്ലിയർ ആവാൻ പോകുന്നുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ചില സീരിയസ് കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടാവാൻ പോകുന്നുണ്ട് ഈ മാസം. ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും, ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ് വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ചില കാര്യങ്ങൾ, കൺഫ്യൂസിങ് ആയ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാൽ അതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടാവും. അപ്പോൾ എനിവേ നമ്മൾക്കിത് ആദ്യം ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്താ വെച്ചാൽ ഇവിടെ എന്തോ ഒരു സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത്, ഞാൻ പറഞ്ഞ പോലെ സ്റ്റെബിലിറ്റി ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്, പക്ഷേ എവിടെയോ ഒരു വെയിറ്റിംഗ് എനർജിയും വരുന്നുണ്ട്. ചില കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു, അതൊക്കെ ഓഗസ്റ്റിലാണ് ഇപ്പോൾ ആ ക്ലാരിറ്റി വരണത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പാസ്റ്റിൻ്റെ എനർജി കാണാം. പാസ്റ്റിൽ ഞാൻ ആദ്യം ഒരു ഹാപ്പി ഇമോഷണൽ കണക്ഷൻ ആണ് കാണുന്നത്. കുറേ ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ് ഇത്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ഏതോ ഒരു പേഴ്സൻ്റെ കൂടെ റീകൺസൈൽ ചെയ്തു എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ ബ്രേക്കപ്പ് ഉണ്ടായിട്ട് നിങ്ങൾ റീകൺസൈൽ ചെയ്തിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ എവിടെയോ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വന്നു. ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ആദ്യം തിരിച്ചു വന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റാഗ്നൻ്റ് എനർജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു പേഴ്സൺ തിരിച്ചു വന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ടൊന്നും മുമ്പോട്ടേക്ക് പോവാൻ ഒരു എനർജി ഉണ്ടായിട്ടില്ല. ഓക്കെ, എന്തോ ഒരു സ്റ്റാഗ്നൻ്റായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒന്നും മനസ്സിലാവണില്ല എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. എന്തോ ഒരു ബ്ലോക്ക് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാസം ഞാൻ കാണുന്നത് ആ ക്ലാരിറ്റി വരണത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മനസ്സിലാവാൻ തുടങ്ങിയിരിക്കണു. അത് ഇതിൻ്റെ കാരണമാണ് ഇപ്പോൾ ഈ ക്ലാരിറ്റിയും ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണത്. എന്താ വെച്ചാൽ എന്തോ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടൊരു പ്രോഗ്രസ് ഉണ്ടായില്ല. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ്, ഒരു ബ്രേക്ക് ത്രൂ.
ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷന് പുറത്തു വരണ എനർജി. കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകാൻ തുടങ്ങണു. ഇവിടെ സക്സസ് ഉണ്ട്. അപ്പോൾ കരിയറിലും പിന്നെ റിലേഷൻഷിപ്പിലും എല്ലാം ഒരു ബ്ലോക്ക് ഉണ്ടായത് അത് തടസ്സം മാറുന്നുണ്ട്. കുറേ ഒരു ഹോപ്പ് ഉണ്ട് നിങ്ങൾക്ക് അതെല്ലാം ശരിയാവും എന്ന്. അപ്പോൾ എല്ലാം സ്റ്റാഗ്നൻ്റ് ഉള്ള സിറ്റുവേഷൻസിലേക്ക് ഞാൻ ഒരു പ്രോഗ്രസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ് ഈ മാസം? നിങ്ങൾക്ക് ചാലഞ്ചായിട്ട് വരുന്നത് ട്രഡീഷൻസ് ആണ്, ഫാമിലിയാണ്, ചില റിലിജ്യൻ ഇഷ്യൂസ് ഉണ്ടാവാം, ചില എന്താ പറയുക സൊസൈറ്റിയുടെ കാര്യത്തിൽ ചില സിറ്റുവേഷൻസിൽ ഇഷ്യൂസ് ഉണ്ടാവാം. മേ ബി നിങ്ങൾ രണ്ടാളുടെയും റിലിജ്യൻ വേറെ ആയിരിക്കും, കാസ്റ്റ് വേറെ ആയിരിക്കും, ഫാമിലി ഇതിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടാവും. എന്തായാലും അതുകൊണ്ട് കുറച്ചൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിലുമുണ്ട്. അതെന്താ വേണ്ടേ, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത മാതിരി. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് വേണം എന്ന് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ എവിടെയോ തടസ്സം വരണത് നിങ്ങളുടെ ഫാമിലിയുടെ സൈഡിൽ നിന്നായിരിക്കും, ഇല്ലാച്ച നിങ്ങളുടെ തന്നെ റിലീജിയസ് ബിലീഫ്സ് ആയിരിക്കും. ഇവിടെ ഒരു സെൻസ് ഓഫ് ബിട്രിയൽ വരണു. അപ്പോൾ എവിടെയോ ഞാൻ കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒരു സപ്പോർട്ടില്ല. ഓക്കെ, ചിലവരെ നിങ്ങൾ വിചാരിച്ചു അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന്, പക്ഷേ ആ സപ്പോർട്ട് കിട്ടിയില്ല. അഡ്വൈസ് നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോകാനാണ്, നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണേ. സെൽഫ് സാബോട്ടാജ് ചെയ്യാണ്ടേ മുമ്പോട്ടേക്ക് പോവുക. എന്താ വെച്ചാൽ എവിടെയോ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന്, പക്ഷേ ആ ആക്ഷൻ എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അതല്ല വെച്ചാൽ എവിടെയോ നിങ്ങൾക്കൊരു പേടി ഉണ്ടായിട്ടാണോ അറിയില്ല. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ അത് നിങ്ങൾ പെർസ്യൂ ചെയ്യുക, മുമ്പോട്ടേക്ക് പോവുക. ക്ലാരിറ്റിയും പ്രാക്ടിക്കൽ എനർജി വെച്ചിട്ട് വേണം പോവുക. ആൻഡ് ഇവിടെ ഒരു വേറെ ആൾക്കാരുടെ എനർജിയും കാണാണ്ട്. അപ്പോൾ എനിക്ക് എവിടെയോ തോന്നുന്നത് ഇവിടെ ചില എൽഡർലി ആൾക്കാർ ഇവിടെ ഇൻവോൾവ് ആണ്. ഓക്കെ, അപ്പോൾ അതും ഒരു പ്രശ്നമായിരിക്കാം, അതും ഒരു ബ്ലോക്കായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനാണ് യൂണിവേഴ്സ് പറയണേ. കുറേ ഓവർ തിങ്കിങ് എനർജിയും ഉണ്ട്. അപ്പോൾ ഓവർ തിങ്ക് ചെയ്യാണ്ട് സാബോട്ടാജ് ചെയ്യാണ്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ എന്താണ് ഇവിടെ സർപ്രൈസ് ഫാക്ടർ? സർപ്രൈസ് ഫാക്ടർ നിങ്ങളുടെ മനസ്സാണ്. ചില അറിയാത്ത കാര്യങ്ങൾ പുറത്തു വരും, ചില റെവലേഷൻസ് ഉണ്ടാവും. പിന്നെ ഞാൻ കാണുന്നത് ഇമോഷണലി കുറച്ച് നിങ്ങൾ ലോ ആയിരിക്കും. അതുകൊണ്ട് ഒരു ഐസൊലേറ്റഡ് എനർജിയിലാണ് നിങ്ങൾ, ഒരു തീരുമാനം എടുക്കാണ്ട്. എന്താ വെച്ചാൽ ഇവിടെ രണ്ടാൾക്കാരുടെ ഇടയിലാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ രണ്ടാൾക്കാരെന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പേഴ്സൺ, മറ്റേത് നിങ്ങളുടെ ഫാമിലിയും അങ്ങനത്തെ ഇഷ്യൂ ആവാം. ലൈക്ക് ഫാമിലി വേഴ്സസ് ലവ്, അങ്ങനത്തെ പ്രശ്നങ്ങളാവാം. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം ആയിട്ട് വരണത്? ഹാർട്ട് ബ്രേക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ നിന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു അങ്ങനെ സ്ഥിതി വന്നിരിക്കണു. നിങ്ങൾക്ക് വേണ്ടത് ഈ പേഴ്സൻ്റെ കൂടെ മുമ്പോട്ടേക്ക് പോകാനാണ്. പക്ഷേ എന്തോ വേറെ ആൾക്കാർ ഇവിടെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് രണ്ടാളെയും മുഷിപ്പിക്കണം എന്നില്ല, എല്ലാവരുടെയും സമ്മതം വേണം എന്നുണ്ട്. പക്ഷെ അത് ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം. ബോൾഡായിട്ട് നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നുണ്ട് ഈ മാസം, എന്തോ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ആണ് ചെയ്യണത്, ആലോചിച്ചിട്ടാണ് തീരുമാനം എടുക്കാൻ പോണത് അതെന്താ വേണ്ടതെന്ന്. എന്താ വെച്ചാൽ ഇവിടെ രണ്ട് സൈഡിലും ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണെ വിട്ടാലും ഹാർട്ട് ബ്രേക്ക് ആണ്, നിങ്ങളുടെ ഫാമിലിയുടെ അഗൻസ്റ്റായി പോയാലും ഹാർട്ട് ബ്രേക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ വിഷമമുണ്ട്. ബട്ട് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇതൊരു തീരുമാനം എടുക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ആ ഒരു തീരുമാനമായിരിക്കും നിങ്ങൾ എടുക്കുന്നുണ്ടാവുക. ഇപ്പോൾ എന്താണ് തീരുമാനം എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിലേ അറിയില്ലൂ. എന്താ വെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുമാതിരിയായിട്ട് തീരുമാനം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഒരു ഗൈഡൻസ് കിട്ടും. എന്താണ് ഇവിടെ മെസ്സേജ് പറയുന്നത്? റിപ്പിൾ മേക്കർ. അപ്പോൾ ഈ റിപ്പിൾ മേക്കർ കുറേ ആയി വരണു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഹിന്ദിയിൽ ലിയോ എനർജി നോക്കുമ്പോൾ അവിടെ ഒരു റീഡിങ് ചെയ്യുമ്പോഴും ഇതന്നെയാണ് വന്നിരിക്കണേ.
ബാലൻസ് വന്നിട്ടുണ്ട്. ട്രൂത്ത്, ഫെയർനെസ്, കാർമിക് ജസ്റ്റിസ് കം ഇൻ ടു പ്ലേ വെൻ യുവർ ആക്ഷൻസ് ആർ വെയ്ഡ്. എ ലൈഫ് lived with honesty and integrity invites you goodness to return to you. അപ്പോൾ അതാണ് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ചെയ്യണത് ആ ഓണസ്റ്റ് ഇൻറ്റൻഷൻസ് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആക്ഷനൊക്കെ ഓണസ്റ്റ് ആക്ഷൻസ് ആണ്, ഇൻറ്റൻഷൻ ശരിയാണ് വെച്ചാൽ ആ പാത്തിനെ ഫോളോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് എന്തോ ഒരു സിറ്റുവേഷന് നിങ്ങൾ മാറി പോവാണ്, ലൈക്ക് ഒരു സിറ്റുവേഷന് വിട്ടു പോവാണ്. അതുകൊണ്ട് അതൊരു ഡിഫീറ്റ് അല്ല, പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു സിറ്റുവേഷന് മാറാണ്ട് വേറെ ഒരു വഴിയില്ല. ഓക്കെ, എവിടെയോ നിങ്ങൾ ഒരു സിറ്റുവേഷന് വിട്ടു പോകുമ്പോൾ ആ ഒരു ഗിൽട്ട് ഉണ്ടാവും. പക്ഷെ യൂണിവേഴ്സ് പറയണത് ചിലപ്പോൾ ആ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ നിങ്ങൾ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണ റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾക്ക് വേറെ ഒരു ഒറക്കിൾ മെസ്സേജ് എടുക്കാം. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു വലിയ തീരുമാനമായിരിക്കും. എന്താ വെച്ചാൽ എന്തോ നിങ്ങൾ വിട്ടു പോവാണ്. നോ നീഡ് ടു വറി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോ നീഡ് ടു വറി വന്നിട്ടുണ്ട്, എല്ലാം ശരിയാവും എന്നാണ് എനിക്ക് അങ്ങനത്തെ ഒരു മെസ്സേജാണ് കിട്ടണത് ഇവിടെ. അപ്പോൾ ലിയോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ പേഴ്സണൽ ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.